അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു പപ്പായ അച്ചാർ ഉണ്ടാക്കിയാലോ? എങ്ങനെ നോക്കാം. നമ്മൾ ചെറിയ 2 പപ്പായ എടുത്തേക്കുന്നത്. ഇത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചു. എന്നിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലോട്ട് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഇതൊരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്, ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും കൂടി കൂട്ടി എണ്ണയ്ക്കകത്തിട്ട് നല്ല ഉണക്കൊന്ന് മൂപ്പിച്ച് വരണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ ഈ മുളക് പൊടി മൂക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പപ്പായ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണ്. പപ്പായ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പപ്പായയിലോട്ട് നമ്മുടെ ഈ മുളക് പൊടിയും എല്ലാം പിടിക്കുന്ന രീതിക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ ഉപ്പ് തേച്ച് തിരുമ്മി വെക്കാറില്ല. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോണക്കൊന്ന് ഇളക്കി എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ വിനാഗിരി ഉപയോഗിക്കുകയാണ്. നമ്മൾ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അത്യാവശ്യം 2-3 തിള വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ തെളിഞ്ഞ് കിട്ടും. അടിപൊളി ടേസ്റ്റാണിതിന്. നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് കിട്ടി കഴിയുമ്പോഴത്തേന് നമുക്കിത് കോരി ഒരു ഭരണിയിലാക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഭരണി കോരി വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഭരണി പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഇത് കോരി വെച്ച് കാണിക്കും.